അഭിവന്യ പിതാവേ, ജനറലച്ചന്മാരെ, വൈദികരെ, പ്രൊവിൻഷ്യാളമ്മ, കൗൺസിലേഴ്സ്, ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, സഹോദരന്മാർ, ഏറ്റവും പ്രത്യേകമായി അഞ്ജലി സിസ്റ്ററുടെ മാതാപിതാക്കള്, സഹോദരങ്ങൾ, ഏറ്റവും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ജോബി അച്ഛൻ. 45 വർഷങ്ങൾ, 46 വർഷത്തോളം ഈ ഭൂമിയിൽ ജീവിച്ച് ഇന്ന് നമ്മോട് അന്ത്യയാത്ര പറയുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ അഞ്ജലി, രണ്ടായിരത്തി 2014 മുതൽ 2015 മുതലുള്ള 3.5 വർഷ കാലഘട്ടം കുഴിക്കാട്ടുവണം പള്ളിയിൽ അതിന് സിസ്റ്ററുടെ ഒരു സ്പിരിച്വൽ ഡയറക്ടറായിട്ട്, ചാപ്ലിനായിട്ടൊക്കെ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന സിസ്റ്റർ അഞ്ജലിയെക്കുറിച്ചുള്ള ചിന്തകളൊന്ന് പങ്കുവയ്ക്കുക, അതുവഴി സിസ്റ്റർ അഞ്ജലി ആരായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട്, ഒരുപക്ഷെ അറിയാത്തവർ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുക. എപ്പോഴും അന്ന് ഒരു പ്രായത്തിൽ കവിഞ്ഞ പക്വതയുള്ള ഒരു സിസ്റ്ററായിരുന്നു സിസ്റ്റർ അഞ്ജലി. ഒരു തർക്കത്തിലൂടെയാണ് ആദ്യത്തെ ദിവസം സിസ്റ്ററെ പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതും, ചെറിയ സൗന്ദര്യപ്പടക്കത്തിലൂടെയൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത്. അന്ന് മുതൽ സിസ്റ്ററെ പ്രത്യേകം നിരീക്ഷിക്കാനും ശ്രദ്ധിക്കാനൊക്കെ ആയിട്ട് തുടങ്ങുമ്പോൾ ആ സിസ്റ്ററുടെ ജീവിതത്തിലേക്ക് എനിക്ക് തോന്നുക, ഞാനടക്കം വരുന്ന ആളുകൾക്കൊക്കെ മരിക്കാൻ എന്തൊരു ഭയമാണ്. മരണത്തിന് വേണ്ടി ജീവിച്ച ഒരു സിസ്റ്ററാണ് സിസ്റ്റർ അഞ്ജലി. മരണത്തിലൂടെ ഈശോയുടെ മടിയിലേക്ക് പോകാനായിട്ട് എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സിസ്റ്റർ. അഞ്ജലി എന്നുള്ള പേരിന് അർത്ഥം കറക്റ്റാ, ആ ജീവിതത്തിലൂടെ അത് സാർത്ഥകമാക്കി എന്നുള്ളതാണ്. എന്താ അഞ്ജലി എന്ന് പറഞ്ഞ സിസ്റ്റർ, ഈ വാക്കിന്റെ അർത്ഥം എന്താണ്? സിസ്റ്റർ തെരഞ്ഞെടുത്ത് വളരെ സാർത്ഥകമായി. വാക്കിനർത്ഥം ഒരു ഓഫറിങ് എന്നുള്ളതാണ്. താൻ തുടങ്ങിയ ജീവിതം 25 വർഷം അത് പൂർണ്ണമാക്കിക്കൊണ്ട് ഇന്ന് ദൈവസന്നിധിയിലേക്ക് പോകുമ്പോൾ അത് ഒരു ബാഹികമായ ഭൗതികമായിട്ടുള്ള ഒരു സമർപ്പണം മാത്രമല്ല, ഒരു പൂർണ്ണമായ സമർപ്പണം. പരിഹാരത്തിലൂടെ അൽമായർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി, ഏറ്റവും പ്രത്യേകം വൈദികർക്ക് വേണ്ടി. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന വൈദികരില് ഉറപ്പായിട്ടും സിസ്റ്ററിനെ നന്നായിട്ട് അടുത്തറിയുന്ന ഒരു 6-7 പേരുണ്ട്. ഞാൻ എണ്ണിപ്പോ അടുത്ത് കൂടുന്ന ബന്ധങ്ങളൊക്കെ ആത്മീയതയിലെ ലെവലുകളിലേക്ക് ഓരോ ദിവസവും വളർത്താനായിട്ട് സിസ്റ്റർ ആഗ്രഹിച്ചു. ഏതെങ്കിലും പത്രത്തില്, ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒരു വൈദികരെ കുറിച്ച് കേൾക്കുമ്പോഴേക്കും സിസ്റ്റർ പറഞ്ഞു, ഇനി കുറച്ച് ദിവസങ്ങൾ ഇനി അതിനുള്ളതാ, പരിഹാരമനുഷ്ഠിക്കാൻ, വൈദികരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പരിഹാരമനുഷ്ഠിക്കുന്ന സിസ്റ്റർ. എനിക്ക് തോന്നുക, ഇന്നിവിടെ ഒരു മകള് മരിച്ചിട്ടും ഒരു സഹോദരി മരിച്ചിട്ടും ആ കുടുംബാംഗങ്ങൾ ഒരു പരിധി വിട്ട് വിതുമ്പുന്നില്ല. കാരണം ആ മകളുടെ ആഗ്രഹം ഈ ഒരു മരണമായിരുന്നു. അതും എല്ലാം ഒരു നിമിത്തം പോലെ, ഒരു തിരുഹൃദയ തിരുനാളിൽ മരിക്കണമെന്ന ആഗ്രഹം. അതും ഏറ്റവും ഇഷ്ടം വിമല ഹൃദയം, കുഴിക്കാട്ടുവണം ഇടവക പള്ളിയുടെ വിശുദ്ധ അന്തോണീസിന്റെ ദിവസം ഒക്കെ എല്ലാ കഴിവുകളോടും കൂടി സൃഷ്ടിക്കപ്പെട്ട ഒരാളാണ് സിസ്റ്റർ അഞ്ജലി. എല്ലാവർക്കും അറിയാവുന്ന കാര്യം. നന്നായിട്ട് വരയ്ക്കും. സിസ്റ്ററുടെ മിക്കവാറും അവിടെയുള്ള പനിനീർ പുഷ്പങ്ങൾ സിസ്റ്റർ വരച്ചതാവാനാ വഴി. ഇത് സിസ്റ്ററുടെ ഇതുപോലെ സിസ്റ്റർ വരച്ചതല്ലേ? ഇത് ആണോ? എനിക്കറിയില്ല. ഇതിനേക്കാളും മനോഹരം, അല്ലെങ്കിൽ ഇത്രയും തന്നെ വരയ്ക്കുന്ന, എല്ലാ വർഷവും വരയ്ക്കുന്ന
പരിഹാര പ്രദർശനത്തിന് ആ ഈശോയുടെ രൂപത്തിൽ ചുറ്റും വരച്ച് ഇത്രയും മനോഹരമായിട്ട് വരയ്ക്കുന്ന ഒരു സിസ്റ്ററെ തൽക്കാലം കൊണ്ട് കണ്ടില്ല. ഒരു ഫീസ്റ്റ് വന്ന ആ ബോർഡുമേ വര, പാട്ട്, പഠിപ്പിക്കല്, ഡാൻസ്, കഥ പറയൽ, അങ്ങനെ കഴിവുകൾ വേറെ ആർക്കും അതിനെ അതിജീവിക്കാൻ പറ്റാത്ത അത്ര കഴിവുകൾ കൊണ്ട് നിറകുടമായിട്ടുള്ള അഞ്ജലി സിസ്റ്റർ പക്ഷെ ഏറ്റവും സന്തോഷിച്ചിരുന്നത് ഈശോയുമായിട്ട് ഒരുമിച്ച ജീവിതമാണ്. ഇന്ന് സിസ്റ്റർ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് നമ്മെ വിട്ടു പോകുന്നത്. ജീവിതരേഖയിലെ കൃത്യം പറഞ്ഞു, 6 വർഷം അസുഖമായിട്ട്, അപ്പോഴും ആ അസുഖമായിരിക്കുന്ന സമയത്തും എനിക്ക് തോന്നുക ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടാൻ സിസ്റ്റർ വഴിയുണ്ടെന്നാണ് എനിക്ക് തോന്നുക. എന്നോടൊന്ന് വ്യക്തിപരമായിട്ട് സംസാരിച്ചിട്ടല്ല, നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ ഈ അസുഖങ്ങളൊക്കെ മനസ്സിലാക്കിയോടത്തോളം 10-12 വർഷമായി സിസ്റ്റർ കൂടി ഉണ്ടായിട്ട് എപ്പോഴും സിസ്റ്റർ പറയുന്ന കാര്യമുണ്ട്, ഉള്ളൊക്കെ ഒന്ന് തണുക്കുന്നുണ്ട്, പറ്റുന്നില്ല, ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരുപക്ഷെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എത്രത്തോളം അത് മറ്റുള്ളവർ അത് അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ദർശനപരമുള്ള സിസ്റ്ററാണ്, പ്രവചനപരമുള്ള സിസ്റ്ററാണ്. മറിയം ത്രേസ്യായുടെ ജീവിതം പോലെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഈ സിസ്റ്റർ ഒരു 10 മണി 12 മണിക്ക് ഇടയ്ക്ക് ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ചുമരുമയൊക്കെ കിടത്തി, ചുമരുമയൊക്കെ നിർത്തി വീണ്ടും ബെഡിലേക്ക് എടുത്തെറിയപ്പെട്ട് പിന്നെ വരണ ശാന്തയുടെ നിമിഷത്തിൽ സിസ്റ്റർ മെല്ലെ മുട്ടുകുത്തി ഡെസ്കിന്റെ അടുത്തിരിക്കുമ്പോൾ സാധാരണ വലത്ത് കൈ ഉപയോഗിക്കുന്ന സിസ്റ്റർ ഇടത്ത് കൈ കൊണ്ട് 3 ഭാഷകളിൽ ഇങ്ങനെ ദൈവം പറഞ്ഞു കൊടുക്കുന്ന ആ വചനങ്ങൾ എഴുതി 10-12 ഡയറി അന്ന് 2017-18 സൂക്ഷിക്കുമായിരുന്നു. പിന്നെയും എഴുതിയിട്ടുണ്ടാകാം. ഞാൻ ഒരു ദിവസം അതിന്റെ ഫോട്ടോ എടുത്ത് പ്രിന്റ് എടുത്ത് അതിന്റെ പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോൾ 3 ഭാഷകളാ, ഒന്ന് ഗ്രീക്ക്, ഹീബ്രു, പിന്നെ അരമായ, അത്രയ്ക്കും കൃത്യമല്ല. അപ്പോൾ ആ ഭാഷകള് അതും പ്രവാചക വാക്കുകളാണ് അതിലുള്ളതെന്നും അവർ പറഞ്ഞു. അപ്പൊ സിസ്റ്ററോട് ആ ഡയറികൾ തരാൻ സൂക്ഷിച്ചപ്പോ ഇപ്പൊ അതൊന്നും ആവശ്യമില്ല. ഇല്ലേ ജോബിയച്ച? ഇതിനെല്ലാം ജോബിച്ചൻ സാക്ഷിയാണ്. ജോബിച്ചനായി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇവരെ ഒരുമിച്ച് വന്നു കഴിയുമ്പോൾ ഒരുമിച്ച് എൻ്റെ മുറിയിൽ വരുന്നതും കുറേ നേരം ഇരുന്ന് സംസാരിക്കുന്ന ആ ഓർമ്മകളൊക്കെ ഒരുപാടുണ്ട്. എനിക്ക് തോന്നുക ഒരു നിധി കാക്കുന്ന ഒരു സർപ്പമായിട്ട് സിസ്റ്റർ ജീവിച്ചു എന്നാ. ഞാൻ നെഗറ്റീവ് അർത്ഥത്തിലല്ല പറയുന്നത്, പോസിറ്റീവ് അർത്ഥത്തിലാണ്. തനിക്ക് കിട്ടിയ ആത്മാവിനെ ആരും തൻ്റെ അടുത്തേക്ക് പരമാവധി അടുക്കാതെ, എന്നാ സ്നേഹബന്ധങ്ങൾ ആത്മീയമായിട്ട് തുടരുന്ന സ്നേഹബന്ധങ്ങളിൽ ഊന്നിക്കൊണ്ട് സിസ്റ്റർ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പൊ എന്തേ അച്ഛൻ സർപ്പത്തിന്റെ കാര്യം പറഞ്ഞെന്ന് ചോദിക്കും നിങ്ങൾ. സർപ്പത്തിന്റെ പ്രത്യേകത എന്താ? അതിൽ നിന്ന് നിധിയെടുക്കുന്ന ആൾക്ക് ആ സർപ്പത്തിന് കടി കൊണ്ടേ പറ്റും എന്ന് പറഞ്ഞതുപോലെ ആ സർപ്പത്തെ പേടിച്ച് അകന്നു നിൽക്കും. ഈ ലോകത്തിലെ ജനങ്ങൾ മുഴുവൻ, അത് അൽമായരായിക്കോട്ടെ, വൈദികരായിക്കോട്ടെ, സമർപ്പിതരായിക്കോട്ടെ, അകത്തി നിർത്തി ചിലപ്പോൾ വാക്കുകൾ കൊണ്ട് മുറിപ്പെട്ടുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അകന്ന് നിൽക്കണേ. അതുകൊണ്ട് തന്നെ തർക്കം കൂടുമ്പോൾ പറയും, സിസ്റ്റർ മരിക്കുമ്പോൾ ഞാൻ സിസ്റ്റർ നാവിൻ്റെ അവിടെ ഒരു ചുവന്ന റോസാപ്പൂവിൻ്റെ അല്ലി ഞാൻ വെക്കും. അത് ഓർക്കണം, സിസ്റ്റർ നാവ് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന നാവാന്ന് ഓർക്കണം. അന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ഇന്നെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് തന്നെ വിഷമമാകുന്നുണ്ട്. കാരണം 10-12 വർഷം മുൻപേ ഇങ്ങനെയുള്ള ഒരു അസുഖത്തിന്റെ അംശങ്ങൾ ശരീരത്തിൽ വന്നുകൊണ്ട്, അതുകൊണ്ട് ചാപ്പലിലൊക്കെ ചിലപ്പോൾ കൃത്യസമയത്ത് എത്തിച്ചേരാൻ പറ്റാതെ, ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ സമയം പ്രാർത്ഥനയിൽ ചെലവഴിച്ച്, ഇനി എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ തൻ്റെ ശക്തമായ പൊസിഷനുകൾ അധികാരികളോട് ചുറ്റുമുള്ളവരോടൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ വെറുപ്പൊക്കെ സമ്പാദിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കൃത്യമായിട്ട് പറയുകയാണ്. സിസ്റ്ററെ പെട്ടി തപ്പിയാൽ ഉറപ്പായിട്ടും ഒരു 10-15 മുള്ളരഞ്ഞാണം കിട്ടും. എനിക്ക് തോന്നുക അവിടെ നിന്ന് ഇവിടേക്ക് വരുന്ന സന്ദർഭത്തിൽ ചാലക്കുടിയിൽ നിന്ന് കരാഞ്ചിറക്കി പോണ സമയത്ത് പെട്ടിയിൽ കണ്ടത് മുട്ടുകുത്താനുള്ള മെറ്റല്. ഇതൊക്കെ എനിക്ക് തോന്നുന്ന ഫ്രാൻസിസ്കൻ സഭയുടെ ഒരു ഭാഗമാണ്. പക്ഷെ അതൊക്കെ മുൻപേ നിന്നു പോയിട്ടുണ്ട്. പക്ഷെ അത് ഇന്നും തുടരുകയാ. മുള്ളരഞ്ഞാണമുണ്ട്, മുട്ടുകുത്താനുള്ള മെറ്റലുണ്ട്, കിടക്കുമ്പോൾ ബെഡിനടിയിലിടാനുള്ള മെറ്റലുണ്ട്. ഇതൊക്കെ സിസ്റ്റർ എന്നും ചെയ്ത് അസുഖം വന്നതിന് ശേഷവും ചെയ്തുകൊണ്ടിരിക്കുക. ഈ മുള്ളരഞ്ഞാണത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എനിക്ക് തോന്നുക ചാപ്പളയന്മാരായിട്ടുള്ള എല്ലാവരും ആ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകാൻ വഴിയുണ്ട്. തന്നെ പരിചയപ്പെടുന്നവർക്കെല്ലാം പരിഹാരത്തിന്റെ വഴി ഈ സിസ്റ്റർ തുറന്നു കൊടുത്തു എന്നുള്ളതാണ്. അതും അവസാനം വരെ തുടരുന്ന ബന്ധങ്ങൾ. ആ പിതാവിനും അറിയാം ഈ കാര്യങ്ങളൊക്കെ. അവസാന നിമിഷങ്ങൾ വരെ
മുള്ളരഞ്ഞാണം കെട്ടാനായിട്ട് ആഗ്രഹിച്ചു. മുള്ളരഞ്ഞാണം മിക്കവാറും മാത്രമല്ല, തൻ്റെ കപ്ലാന്മാർക്ക്, ഇതിനോട് സാമ്യം ചേർന്ന് നിൽക്കുന്ന കപ്ലാന്മാർക്കും അൽമായർക്കും സമർപ്പിതർക്കും ഇങ്ങനെയുള്ള പരിഹാര വഴി ഉണ്ടെന്നും ഈ പരിഹാര വഴിയിലൂടെ പോയാൽ മാത്രമേ ജീവിതം നന്നാവുള്ളൂ എന്നും ഈ സിസ്റ്ററിന്റെ 2 മക്കളിൽ ഇവിടെ ജീവലക്ഷണമൊക്കെ ഉണ്ട്. ഇവിടെ വേറെ 2 പേര് കൂടി ഉണ്ട്. കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. വൈദിക ദൈവവിളിക്ക് വേണ്ടി, മറ്റു ദൈവവിളികൾക്ക് വേണ്ടിയിട്ടൊക്കെ ജീവിതം സമർപ്പിച്ച് അവർക്കൊരു വെല്ലുവിളി ഉണ്ടാകുമ്പോൾ പരിഹാരം ചെയ്ത് അവർക്ക് വേണ്ടി ജീവിച്ചവളാ ഈ സിസ്റ്റർ അഞ്ജലി. യഥാർത്ഥത്തിൽ ഒരു ഓഫറിംഗ് തന്നെയാണ്. തൻ്റെ ജീവിതം തന്നെ ഒരു അഞ്ജലിയായിട്ട് മാറ്റിക്കൊണ്ടാണ് സിസ്റ്റർ ഇവിടുന്ന് കടന്നു പോകുന്നത്. അഞ്ജലി ഇസിക്കൽ ടു ദൈവികത. അത് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പരിഹാരത്തിന്റെ വഴിയിലൂടെ വൈദികരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി സമർപ്പിക്കുക. അഞ്ജലി സിസ്റ്റർ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറയുകയാണ്, ആ തലവേദന എനിക്ക് പോന്നോട്ടെ, ആ കഴുത്ത് വേദന എനിക്ക് പോന്നോട്ടെ. കുഴിക്കാട്ടുകോണ ഇടവകയിൽ എത്ര പേര് സാക്ഷ്യപ്പെടുത്തുന്നു, അഞ്ജലി സിസ്റ്ററിന്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് അഞ്ജലി സിസ്റ്റർ കിടപ്പായി, എനിക്ക് ഒക്കെയായി. ഇത്രയും പേരെ സാക്ഷി നിർത്തി പറയണു, ഇത് സാധാരണ ഒരു ആത്മാവല്ല, പുണ്യാത്മാവാണ്. എനിക്ക് ഇന്നലെ ഇവിടെ വന്നപ്പോൾ ഒരു ഒപ്പീസ് ചെല്ലാൻ തോന്നിയില്ല. കാരണം എനിക്കറിയാം ഇതൊരു വിശുദ്ധാത്മാവാണ് എന്നുള്ളത്. പ്രാർത്ഥിക്കും, നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കും, അതൊക്കെ കറക്റ്റാണ്, നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്യും. പക്ഷേ ഇതൊരു പുണ്യാത്മാവാണ്. ഇന്നല്ലെങ്കിൽ നാളെ കാലം തെളിയിക്കും. സിസ്റ്ററുടെ പ്രവാചക ഡയറികൾ മുഴുവൻ നമുക്ക് ഭാവിയിലേക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. ഉറപ്പായിട്ടും അതൊരു വലിയ പ്രവാചക നിധികൾ തന്നെയാണ്. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ വാക്കുകളിൽ തീർക്കാവുന്നതല്ല ഈ ഒരു ജീവിതം എന്ന സന്ദേശം. ഉറപ്പാണ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരും പേരിൽ അനുശോചനങ്ങളെ രേഖപ്പെടുത്തുകയാണ്. കരങ്ങൾക്കൊപ്പം നമുക്ക് ഒരു നിമിഷം അഞ്ജലി സിസ്റ്ററുമായിട്ട് ഇടപെട്ട നിമിഷങ്ങളൊക്കെ ഒന്ന് ഓർക്കാം. പരാതിയില്ലാത്ത ജീവിതം, കമ്മ്യൂണിറ്റിയെക്കുറിച്ച് ഒരു അംശം പോലും കംപ്ലൈൻറ്റ് പറയാതെ എല്ലാം ദൈവികത മാത്രം സംസാരിച്ചു കൊണ്ടിരുന്ന സിസ്റ്റർ ഈശോയുടെ മടിയിലെത്താൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള അഞ്ജലി സിസ്റ്ററുടെ വാക്കുകൾ. എൻ്റെ രാജാവ് എന്ന് പറയുന്നിടത്ത് 100 നാക്ക് ഈശോയെ അത്രമാത്രം അടുത്തറിയുന്ന അഞ്ജലി സിസ്റ്റർ. ദിവ്യകാരുണ്യ ആരാധനയില എപ്പോഴും ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്ന അഞ്ജലി സിസ്റ്റർ. ഇന്ന് അഞ്ജലി സിസ്റ്റർ നമ്മെ വിട്ട് പോകുമ്പോൾ തമ്പുരാനെ എല്ലാം അങ്ങ് അറിയുന്നുണ്ടല്ലോ, പൂർണ്ണമായിട്ടും അഞ്ജലി സിസ്റ്റർ അങ്ങയുടെ മടിയിലേക്ക് വിട്ടുതരികയാണ്. ഈശോയുടെ ഹൃദയത്തിലേക്ക് വിട്ടുതരികയാണ്. വിമല ഹൃദയത്തിലേക്ക് വിട്ടുതരികയാണ്. വിശുദ്ധ അന്തോണീസ്